ഹായ് ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്. ഹായ് ബബ്ലു. ഹായ്. നമ്മളുള്ള എവിടെയാണ് ബബ്ലു? നമ്മളിപ്പോ വർക്കലയില് വർക്കല ക്ലിഫിൽ വന്നിട്ട് നമ്മള് വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. അതെ. നമ്മള് യാത്രയൊക്കെ ഏതാണ്ടൊക്കെ തീർന്നു കേട്ടോ. നമ്മള് ഒരാഴ്ചത്തെ ട്രിപ്പായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ധനുഷ്കോടി പോയി, രാമേശ്വരത്ത് പോയി, തമിഴ്നാട് കന്യാകുമാരി പോയി, പോയി, കോവളത്ത് പോയി. ലാസ്റ്റ് നമ്മളിപ്പോ വന്നേക്കുന്ന എവിടെയാണ്? വർക്കല കൊണ്ട് തീർന്നു കേട്ടോ ട്രിപ്പ്. പിന്നെ നമ്മള് നേരെ വീട്ടിലേക്കാണ് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. Enjoy ചെയ്തോ? രക്ഷയില്ലായിരുന്നു. പൊളി ട്രിപ്പായിരുന്നു. അപ്പൊ എല്ലാരും തീർച്ചയായും കാണണം അല്ലേ? എന്താ അപ്പൊ എല്ലാരും തീർച്ചയായും കാണട്ടെ. എല്ലാ വീഡിയോസും തീർച്ചയായും കാണണം. തീർച്ചയായും മാത്രമല്ല ഈ സ്ഥലങ്ങളും ഒരു സ്ഥലങ്ങളും കാണണം. ഇതൊരു വലിയൊരു അനുഭവമാണ് കേട്ടോ. ധനുഷ്കോടി പ്രത്യേകിച്ച് നിങ്ങൾ പോയി കാണണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഓരോ പാഠങ്ങളും അനുഭവങ്ങളാണ്. കണ്ട് മനസ്സിലാക്കേണ്ട, അതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് നാളെ എന്താ സംഭവിക്കുന്ന അറിയത്തില്ലല്ലോ. അപ്പൊ നമ്മള് നേരെ ഇനി എങ്ങോട്ടാണ്? ഇനി നമ്മുടെ വീട്ടിൽ ആലപ്പുഴയാണ്, വീട്ടിലോട്ട് പോവാണ്. അപ്പൊ നമുക്ക് ഇനി റൂട്ടിലോട്ട് പോകുമ്പോ ഉള്ള കാഴ്ചകളൊക്കെ മാക്സിമം നമ്മൾ പിടിക്കാം. ബൈ ബൈ. റൂട്ടിൽ കാണാം. റൂട്ടിൽ കാണാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ കാണാൻ വേണ്ടി പോകുന്നത് രാത്രികാല യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കാൻ പാടുള്ള കുറെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ എല്ലാരും ഈ രാത്രി യാത്ര ജാഗ്രതയോടുകൂടി ചെയ്യണമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇതുപോലൊക്കെ ലോങ് ട്രിപ്പൊക്കെ കഴിഞ്ഞു വരുമ്പോ തന്നെ നല്ലൊരു പണിയായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. എന്തായാലും എന്താണ് നമുക്ക് വീട് വരെ എത്തുന്നതിനുള്ളിൽ സംഭവിച്ചത് നിങ്ങളൊന്ന് കാണാം. കുറെ കാര്യങ്ങളുണ്ട് ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നത് കേട്ടോ. എന്തായാലും ഒരുപാട് കഷ്ടകാലം എന്നല്ലാതെ ഒന്നും പറയാനില്ല അല്ലേ അസ്മീറ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം പറയുന്നതായിരിക്കും. കാരണം നമ്മള് ഉദ്ദേശിക്കാത്ത കാര്യങ്ങള് പ്രതീക്ഷിക്കാതാണ് ഓരോന്ന് സംഭവിക്കുന്നത് കേട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഇതുപോലെ സംഭവിക്കും. അപ്പൊ നിങ്ങള് ഇതെങ്കിലും കണ്ടിട്ട് നിങ്ങളും ഒരു ജാഗ്രത ഇതുപോലെ ട്രാവൽ ചെയ്യുന്നവർ പ്രത്യേകിച്ച് കേട്ടോ. ആദ്യം തന്നെ നമ്മള് കുറച്ച് ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പം ഇവിടെ ഒരു കടയിൽ ചായ കുടിക്കാൻ വേണ്ടിയാണ് കയറി കേട്ടോ. കാരണം അത്യാവശ്യം നമ്മള് പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോയിട്ട് വന്നതല്ല. നമ്മള് ധനുഷ്കോടി വഴി ഇങ്ങനെ കറങ്ങി കന്യാകുമാരി വഴി കറങ്ങി കൊല്ലം, വർക്കല എല്ലാം കയറിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുറെ നമ്മള് ടയേർഡായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് ഉറക്കമൊക്കെ വരും. അപ്പൊ ഇതുപോലുള്ള സമയത്ത് ഈ ഇടയ്ക്കൊക്കെ വന്ന് ചായ കുടിക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഉറങ്ങാതിരുന്ന ആരും വണ്ടി ഓടിക്കല്ലോ അല്ലേ സ്മര? ഒരു കാരണവശാലും ചെയ്യരുത് കേട്ടോ. കാരണം റെസ്റ്റ് കൊടുത്ത് വണ്ടി ഓടിക്കാം. കുറച്ചെങ്കിലും ഉറങ്ങി എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി നിന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് വേണം നമ്മള് ഇതുപോലെ ഒന്ന് ട്രാവൽ ചെയ്യാൻ വേണ്ടി വീണ്ടും. ഒരു നൈറ്റില് നമ്മള് ഏറ്റവും കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കണം. അല്ലാതെ ഒരു കാരണവശാലും ആരും വണ്ടി ഓടിക്കരുത്. എന്തായാലും ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഉഷാറായി കേട്ടാ. പ്ലസ് ഒന്ന് ഫോം ആയി. ഞാനല്ല, തസ്മീറാണ്. തസ്മീറിന് എപ്പോഴും ചായ കുടിക്കാം, പ്രത്യേകിച്ച് ഇതുപോലുള്ള സമയത്ത് ചായ കുടിക്കുക തന്നെ വേണം കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും വണ്ടി ഓടിച്ചോണ്ട് നിൽക്കില്ല, ഇടയ്ക്കൊക്കെ ഇറങ്ങി ഇതുപോലെ ഒന്ന് വിശ്രമിച്ച് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം യാത്ര ചെയ്യാൻ വേണ്ടി. എന്തായാലും അതിനുശേഷം വീണ്ടും നമ്മൾ വണ്ടി എടുത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം ഇങ്ങനെ ഓടിച്ചു വരുമ്പോ ഇങ്ങനെ മഴ ചാറുന്നുണ്ട് കേട്ടോ. അപ്പം മഴ ചാറുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് ഇവിടെ സംഭവിക്കുന്നത്. കണ്ട, പെട്ടെന്ന് തന്നെ അങ്ങനെ മഴ കൂടി. അന്നേരത്തേക്ക് നമ്മൾ സാധാരണ വീഡിയോ എടുത്ത് ഇങ്ങനെ വരും കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോഴാണ്, കാരണം റോഡ് പണി നടക്കുവാണ്. റോഡിന്റെ 2 സൈഡിലുമായിട്ട് മൊത്തം പൊളിച്ചിട്ടേക്കുവാണ്. എങ്ങോട്ട് നമ്മൾ വണ്ടി ഇത്രയും ലഗേജ് നമ്മളുമായിട്ട് ഇങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് പോകും. സൈഡിലെങ്ങും ഒരു കടയില്ലായിരുന്നു. നമ്മുടെ കയ്യിൽ ലാപ്ടോപ്പ്, ക്യാമറ, അതുപോലുള്ള മൊബൈലുകൾ എല്ലാം ഇരിക്കുക. എല്ലാം നനഞ്ഞു കേട്ടോ. എന്തോ ഒരു ഭാഗ്യത്തിന് എന്ത് ചെയ്യണം. അപ്പൊ ഇതുപോലുള്ള ഈ റോഡ് പണിയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ രാത്രികാല യാത്ര പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത് കുണ്ടും കുഴിയൊക്കെ കാണും, പൊളിച്ചിട്ടേക്കും നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൂടാതെ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അങ്ങനെ എന്തോ ഒരു ഭാഗ്യം എന്നേ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഒരു കുറച്ച് ദൂരം നമ്മൾ നനഞ്ഞിട്ട് വന്നിട്ട് പോലും ഒരു സൈഡിൽ ഒരു കട ഉണ്ട്. നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ അല്ലേ റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിൽ ഒരു കൊട വെച്ചേക്കും. നിങ്ങൾ വേണേ ഒന്ന് കണ്ടു നോക്കിയോ. ആ കൊടയുടെ താഴെ കറക്റ്റ് നമ്മുടെ വണ്ടിയും വെക്കാൻ പറ്റി. അങ്ങനെ നമുക്ക് കുറച്ചു നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റി. എന്തോ എനിക്കത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഓർത്ത് ഇതെല്ലാം അങ്ങ് പോയി. ഇത് കണ്ടോ, ലാപ്ടോപ്പ് ഒക്കെ എടുത്ത് നമ്മൾ നനഞ്ഞു കഴിഞ്ഞ ഇലക്ട്രിക് സാധനത്തിന്റെ ഒക്കെ കാര്യം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ.
ഇതൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയി ലക്ഷക്കണക്കിന് ഇവിടെ സാധനങ്ങളുണ്ട്. ഇതെല്ലാം പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ നിറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. എന്തായാലും ഒരു ഭാഗ്യം. എന്റെ ഒന്നെ എനിക്ക് വിശ്വസിക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല കേട്ടോ. എന്ന് ഓർത്ത് നോക്കി, നമ്മുടെ എല്ലാം പ്രതീക്ഷയല്ലേ ഇതിലൊക്കെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ. ആ ഒരു എന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മളതൊക്കെ വാങ്ങിക്കുന്നത്. അതൊക്കെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എന്തായാലും ഇപ്പോഴും ഭയങ്കരമായ മഴയാണ് കേട്ടോ. ഭാഗ്യത്തിനാണ് നമുക്ക് ഇവിടെ ഒന്ന് കേറി പറ്റിയത്. അല്ലെ എന്ത് ചെയ്തേനെ. അങ്ങനെ ഇതുപോലുള്ള സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ഇതുപോലുള്ള കസേരകൾ പ്രയോജനപ്പെടും കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഇത് കണ്ടിട്ട് മേടിച്ചു വെച്ചു. കാരണം ആ തസ്മീലെ ഞാൻ കുറെ നേരമായിട്ട് ഇങ്ങനെ നിൽക്കുവാണല്ല. പിന്നെ എന്ത് ഒരു കസേര വാങ്ങിച്ചതാണ്. ഇത് മടക്കി നമുക്ക് എവിടെ വേണേലും ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളാണേലും ഇതുപോലുള്ള ഒരു സാധനം കൈ കരുതുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ ഇത് കിട്ടും. കാരണം നമുക്ക് എവിടെയെങ്കിലും നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ടയർഡ് ആവുമല്ലോ. നമുക്ക് ആരെ ആശ്രയിക്കാതെ എവിടെയെങ്കിലും ഒരു സൈഡിൽ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പതുക്കെ ഇങ്ങനെ പോകാൻ വേണ്ടി പറ്റും. എന്താ ആശ്രയിച്ചായിരിക്കുന്നതെന്നൊക്കെ കുറെ നേരം ഇരുന്നപ്പോ എന്തായാലും ഇത് കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ കോട. നിങ്ങൾ തന്നെ ഓർത്ത് നോക്കിയേ, നമ്മൾ ബൈപ്പാസിൽ കൂടെ വരുമ്പോ പൊളിച്ചു കിടക്കുമ്പോ റോഡ് മൊത്തം പൊളിഞ്ഞു കിടക്കുക, നമുക്ക് പോകാൻ സ്ഥലമില്ല. മഴ, അതിശക്തമായ മഴ, കണ്ണും കാണുന്നില്ല. മഴയത്ത് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അപ്പൊ ഒരു കൊട ഒരു റെസ്റ്റോറന്റിന്റെ വാതിലിരിക്കുന്നത്, നമ്മുടെ ലഗേജ് ഒന്നും തന്നെ നമുക്ക് അവിടെ കയറി ഇരിക്കാം. എന്തായാലും ആ റെസ്റ്റോറന്റുകാർ ആരായാലും അവരോട് ഒരുപാട് നന്ദി കേട്ടാ. ഇതൊരിക്കലും നമ്മൾ മറക്കത്തില്ല ഈ ഒരു നന്ദി. ഇടയ്ക്കെങ്കിലും അതിൽ പോകുമ്പോ അവിടെ കയറി ഫുഡ് കഴിക്കാതെ പോകത്തില്ല കേട്ടാ. എന്തായാലും നമ്മൾ നന്ദികേട് കാണിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഇപ്പൊ കുറച്ചൊക്കെ മഴ തോന്നപ്പോ വീണ്ടും നമ്മൾ ഇതുപോലെ വണ്ടി ഇങ്ങോട്ട് എടുക്കുവാണ് കേട്ടോ. അതിനുശേഷം പിന്നെ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോ മഴ വീണ്ടും നേരത്തെ പണി കിട്ടിയത് നമ്മള് മറന്നിട്ടില്ല. വലിയൊരു പണി. കശ്മീർ പറയടി ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റോഡ് പണി നടക്കുവാണ്, എവിടേക്ക് കയറാൻ പോലും പറ്റത്തില്ല. എന്തായാലും ഇവിടെ തന്നെ ഒന്ന് കുറച്ചു നേരം ഇരിക്കും കിടക്കം ചെയ്തിട്ട് പോകാന്ന് പറഞ്ഞ കശ്മീർ വല്ല വിധ ഹസ്ബൻഡ് കസേര ഇരിക്കുന്ന കേട്ടാ. മാന്യമായിട്ട് മാറി അവിടെ നിന്ന് കിടന്ന് കേട്ടോ. ഇതില് വലിയ തെറ്റൊന്നുമില്ല. നമുക്ക് ഉറക്കം വന്നാലോ നമുക്ക് ഇതുപോലുള്ള സിറ്റുവേഷൻ വന്നാലോ നമ്മുടെ സേഫ്റ്റി ആയിട്ടുള്ള എവിടെയെങ്കിലും നമ്മൾ സുരക്ഷിതമായിട്ടുള്ള സ്ഥലം നോക്കിയിട്ട് അവിടെ നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് പോവാം. അങ്ങനെ കുറച്ചു ദൂരമൊക്കെ കഴിഞ്ഞപ്പോ കുറച്ചു നേരം കഴിഞ്ഞപ്പോ മഴയൊക്കെ തോന്നുന്നു നമുക്ക് ഉറപ്പായപ്പോഴാണ് വീണ്ടും വണ്ടി എടുത്തത് കേട്ടോ. അല്ലെങ്കിൽ നല്ല 8ന്റെ പണി കിട്ടുമല്ലോ. എന്തായാലും എവിടെയെങ്കിലും കയറി ഇനി ചായ കുടിക്കണമെന്നാണ് നമ്മുടെ ഒരു ലക്ഷ്യം. വീണ്ടും ചായയാണ്. ചായ കുടിച്ചത് നമുക്ക് നല്ല രീതിയിൽ ക്ഷീണം മാറി കിട്ടും. നമ്മൾ ഇതുപോലെ ട്രാവൽ ചെയ്യുമ്പം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നിർത്തി ഇങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് കുറച്ചു നേരമൊക്കെ റെസ്റ്റ് ചെയ്ത് പോകും കഴിയുമ്പോൾ നിൽക്കും കേട്ടോ. എന്നിട്ടൊക്കെ നമ്മൾ ഒറ്റയടിക്കൊന്നും ഓടിച്ചൊന്നും പോകത്തൊന്നുമില്ല. എന്തായാലും നമ്മുടെ ഈ ടെന്റും അതുപോലുള്ള സാധനങ്ങളൊക്കെ കൈ കരുതിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കടയിൽ തന്നെ നമ്മൾ വണ്ടി നിർത്തി. ഇനിയാണ് രസം കേട്ടാ. പറഞ്ഞെന്ന് പറയില്ല, ഇതുപോലുള്ള കാര്യം വന്നു കഴിഞ്ഞാൽ ആരാണേലും പറയും. എന്തായാലും നമ്മള് ഭയങ്കര തിരക്കുള്ള ഒരു തട്ടുകട. ഇത് കണ്ട, നിങ്ങളൊന്ന് നോക്കിയേ. അടുത്ത 8ന്റെ പണിയാ വരാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു പക്ഷെ നമ്മൾ പല സ്ഥലത്തും ട്രാവൽ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇത് നമുക്ക് സംഭവിച്ചിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് എല്ലായിടം തൊടുന്നതും എല്ലാം പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കശ്മീരിന് വിശപ്പില്ലെന്ന് പറഞ്ഞു വന്നു കേട്ടോ. ഏറ്റവും പണി കിട്ടിയത് കശ്മീരിനാണ്. പൊറോട്ടയും ബീഫും കണ്ടു കഴിഞ്ഞാൽ കശ്മീർ പിന്നെ വേറൊന്നും വേണം. ഒരു വർഷം മുഴുവൻ പൊറോട്ടയും ബീഫും കൊടുത്തു കഴിഞ്ഞാൽ ചിക്കനോ ബീഫായാലും കഴിച്ചോളും. അങ്ങനെ വിശപ്പില്ലാത്ത ആളത് കണ്ടപ്പോ വേണം. ഞാൻ എന്തായാലും ദോശയാണ് കഴിച്ചത്. എനിക്ക് ദോശ മതി എന്ന് പറഞ്ഞു. ദോശയാണെങ്കിലും ശരി, പൊറോട്ട ആണെങ്കിലും ശരി, ഇതുപോലെ ഒരു ഫുഡ് കഴിച്ചിട്ടില്ല. കാരണം നിങ്ങൾ ശ്രദ്ധിക്കും, നമ്മുടെ പൈസക്കും വിലയുണ്ട്, അവരുടെ പൈസക്കും വിലയുണ്ട്. അല്ല, അപ്പൊ ഈ ഫുഡ് കൊടുക്കുന്നവര് വളരെ വിശന്നിട്ട് നമ്മൾ ആകാംക്ഷയോടുകൂടി നമ്മൾ ആഗ്രഹത്തോടു കൂടി ആയിരിക്കുമല്ലോ നമ്മള് ഒരു കട കാണുമ്പോ നിർത്തുന്നത്. അതും തിരക്കൊക്കെ കാണുമ്പോ. ഈ തിരക്കുള്ള കടയിലൊക്കെ ആരെങ്കിലും എനിക്ക് തോന്നുന്നു ഇതിനെ കൂടെ പോകുമ്പോഴത്തേക്ക് ഇതുപോലെ തിരക്ക് കാണുമ്പോ കയറുന്നവരായിരിക്കും ഞങ്ങളെ പോലെ. എന്തായാലും എന്റെ പൊന്ന റെസ്റ്റോറന്റുകാരെ, തട്ടുകടക്കാരെ, നിങ്ങൾ ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ വലിയ തട്ടുകട വേണമെന്ന് ചെറിയ കുഞ്ഞി കടയാണെങ്കിലും അവർക്കൊന്ന് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തായാലും നമ്മള് പ്രതീക്ഷ തെറ്റിപ്പോയി. ഫുഡ് കഴിക്കണ്ടായിരുന്നേ തോന്നിപ്പോയ നിമിഷങ്ങളായിരുന്നു. അങ്ങനെ ഇപ്പൊ നമുക്ക് മൊത്തം 3 പണിയാണ് കിട്ടിയത് കേട്ടാ. ഇനിയിപ്പൊ നമ്മളിപ്പോ ഏകദേശം നമ്മുടെ ആലപ്പുഴ എത്താറായിട്ടുണ്ട് അല്ലേ? എത്തി. അപ്പം നമ്മുടെ നാടിന്റെ ആ ഭാഗത്തോട്ടൊക്കെ വരുമ്പോ നമുക്ക് എന്തോരം സന്തോഷമായിരിക്കും അല്ലേ? നമ്മൾ എത്ര ട്രാവൽ ഇനിയിപ്പോ വേറെ അമേരിക്കയിൽ പോയാൽ പോലും സ്വന്തം നാടും നമ്മുടെ സ്വന്തം വീട് തന്നെ അവിടെ വരുന്ന ഒരു സന്തോഷം നമുക്ക് എവിടെ പോയാലും കിട്ടത്തില്ല.
ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മുടെ ഈ പാലത്തിൽ കയറുമ്പോഴാണ്. ആ പിന്നെ നമ്മളിപ്പോ പോകാൻ പോകുന്നത് ബൈപ്പാസിലൂടെയാണ്. നമ്മുടെ ആലപ്പുഴ വന്ന പുതിയ ബൈപ്പാസ് ആണ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ബൈപ്പാസ് ഒരെണ്ണേ കാണത്തുള്ളൂ. കാരണം ആലപ്പുഴ ബീച്ച് ഫുള്ള് കണ്ട് ആസ്വദിച്ചുകൊണ്ട് ഈ ബൈപ്പാസിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുക. അതൊരു വല്ലാത്ത അനുഭൂതി തന്നെ. ഭയങ്കര ഫീലാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ഒന്നും നിങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ല. നിങ്ങളത് ആസ്വദിക്കുക തന്നെ വേണം കേട്ടോ. കാരണം എവിടുന്ന് എവിടം വരെയാണെന്നറിയാം ഈ ബൈപ്പാസ് കിടക്കണം. അത്രയും ബീച്ചാണ്. രാത്രിയെക്കാട്ടി കൂടുതൽ പകലാണ് അത് കണ്ട് ആസ്വദിക്കേണ്ടത്. തീർച്ചയായും എന്റെ ഒരു ഇതെന്ന് വെച്ചാൽ സന്ധ്യയെക്കാട്ടി കൂടുതൽ പകല് പോണോന്നാണ്. ബീച്ച് കണ്ട് ആസ്വദിച്ചിട്ട് വേണ്ട ബൈപ്പാസിലൂടെ പോകാൻ. എന്തായാലും നമ്മൾ ഇവിടെ ഇതിലെ കൂടെ പോകുമ്പോഴത്തേക്ക് കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ, കടൽക്കാറ്റ്. അപ്പൊ എന്തോ ഒരു വല്ലാത്ത അനുഭൂതിയാണ് നമുക്ക് ഇങ്ങനെ വരും, വല്ലാത്തൊരു സന്തോഷം. അങ്ങനെ ഇനി കുറച്ചും കൂടെ ദൂരം പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട് എത്തുമല്ലോ എന്നാണ് ഇപ്പൊ നമ്മുടെ ഒരു ചിന്ത. ഇനി എന്തായാലും നമ്മൾ ചായ കുടിക്കാനും പോകുന്നില്ല, ഒന്നും കഴിക്കാനും പോകുന്നില്ല കേട്ടാ. കാരണം കഴിച്ചതും കുടിച്ചതും തന്നെ മതി. എന്തായാലും പണി കിട്ടാതെ തന്നെ ഇടയ്ക്കൊന്നും നമ്മൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും നമ്മള് നമ്മുടെ വീടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ഒരു ബില്ല് വെച്ചിട്ടുണ്ടാരോ, കല്യാണ ലെറ്ററാണെന്ന് തോന്നുന്നു, ബില്ലല്ല കേട്ടാ. എന്തായാലും നമ്മളെ കാത്ത് നമ്മുടെ കുഞ്ഞ് കാണും. ഞങ്ങളുടെ ഒരു പൂച്ചയുടെ പേരാണ് കുഞ്ഞൻ. ഞങ്ങളെ കണ്ടപ്പോ തന്നെ കരയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. എന്തായാലും അങ്ങനെ നമ്മള് വീടിന്റെ മുറ്റത്തെത്തിയപ്പോ വളരെയധികം സന്തോഷം. ആരുമില്ലാതെ അനാഥപ്പെട്ട വീടാണ്. അങ്ങനെ നമ്മള് യാത്ര കഴിഞ്ഞെത്തി. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും.